വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫെഡറൽ റിസർവ് ഒരു മണി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടായിരുന്നു ഫ്രാക്ഷണൽ റിസർവിൽ കൂടെ എങ്ങനെയാണ് മണി ക്രിയേറ്റഡ് ആവുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് യു എസ് ഗവൺമെൻറ്റിന് പൈസ ആവശ്യമുണ്ടെങ്കിൽ അത് ആദ്യം അവർ റിക്വസ്റ്റ് കൊടുക്കുന്നത് ട്രഷറിക്കാണ്. ട്രഷറി എന്ന് വെച്ചാൽ ട്രഷറി ഗവൺമെൻറ്റിൻ്റെ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ പൈസ കുറവാണ്. 2 ആഴ്ചത്തെ പൈസ സപ്ലൈ അവരുടെ കയ്യിൽ കാണത്തുള്ളൂ. അപ്പോൾ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് പൈസ ഇല്ലാത്തതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവരൊരു ബോണ്ട് ഇഷ്യൂ ചെയ്യും. ഒരു പേപ്പറിൽ അതൊരു ഡെറ്റ് കടം ആയിട്ടാണ് ആ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതിനൊരു 5% ഇൻട്രസ്റ്റ് കാണും. അപ്പോൾ ഇന്ന് ഒരു $100 ബോണ്ട് വാങ്ങിച്ചാൽ ഒരു വർഷം കഴിയുമ്പോൾ $105 നമുക്ക് തിരിച്ചു കിട്ടും. ഈ ബോണ്ട് വാങ്ങിക്കുന്നത് ചൈനയും ഗൾഫിലെ രാജ്യങ്ങളും വേറെ ലോകത്തുള്ള പല രാജ്യങ്ങളും പിന്നെ വാങ്ങിക്കുന്നത് ബാങ്ക്സാണ്. ബാങ്ക്സ് ഈ കടം വാങ്ങിച്ചിട്ട് അവർ പൈസയായിട്ട് ട്രഷറിക്ക് അത് കൊടുക്കും. ബോണ്ട് വാങ്ങിച്ചിട്ട് പൈസയായിട്ട് കൊടുക്കും. ഈ പൈസ ട്രഷറി കോൺഗ്രസ്സിന് കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ഇതുവരെ പൈസ എങ്ങനെ ക്രിയേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലായില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ അത് ഓൾറെഡി പൈസയുണ്ട്. ആ പൈസയാണ് ട്രഷറിക്ക് കിട്ടിയത്. ആ പൈസയാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ പോയത്. കോൺഗ്രസ് അത് ഗവൺമെൻറ്റിൻ്റെ പല ചിലവിന് വേണ്ടി അത് ഉപയോഗിക്കുന്നു. പക്ഷേ ഈ ബോണ്ട് ബാങ്ക്സ് കൊടുക്കുന്നത് ഫെഡറൽ റിസർവിനാണ്. ഫെഡറൽ റിസർവിന് ഈ ബോണ്ട് വിൽക്കും. ഫെഡറൽ റിസർവ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ബാങ്കിന് കൊടുക്കും. അപ്പോൾ ചോദ്യം വരുന്നത് ഫെഡറൽ റിസർവിൻ്റെ കയ്യിൽ പൈസ എവിടെ നിന്നാണ് വന്നത്? ഫെഡറൽ റിസർവ് പൈസ മാജിക്കായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവരത് പ്രിൻറ്റ് ചെയ്യണം. അവർ വെറുതെ പൈസ ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. നമ്മുടെ മനസ്സിനൊരു അറപ്പ് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസ ലോകത്ത് ഒരു ഏജൻസിക്കോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വെറുതെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതൊരു കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ ഇത്തിരി പാടാണ്. കുറച്ച് ടൈം എടുത്താൽ മാത്രമേ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ ഫെഡറൽ റിസർവിൻ്റെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറോ എല്ലാം പൈസയും കടത്തിലൂടെയാണ് ലോകത്തേക്ക് വരുന്നത്. ഫെഡറൽ റിസർവിൻ്റെ വെബ്സൈറ്റിൽ പറയുന്ന ഒരു വാചകമുണ്ട്. ഫെഡറൽ റിസർവ് ഒരു ചെക്ക് എഴുതുമ്പോൾ അത് ഒരു ഡിപ്പോസിറ്റിൽ നിന്നല്ല. ആ ചെക്ക് എഴുതുമ്പോൾ ഫെഡറൽ റിസർവ് പൈസ ക്രിയേറ്റ് ചെയ്യാണ്, പൈസ ഉണ്ടാക്കുകയാണ് ഔട്ട് ഓഫ് തിൻ എയർ. അപ്പോൾ ക്രിയേറ്റിംഗ് മണിയാണ് ഫെഡറൽ റിസർവിൻ്റെ ഏറ്റവും വലിയ വർക്ക്. അപ്പോൾ ഈ ഒരു പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര പവറാണ്. ഈ പവർ എപ്പോൾ വേണമെങ്കിലും ഗവൺമെൻറ്റ്സിനോ ആർക്കും നമുക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പവർ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ലോകത്തിൻ്റെ അർത്ഥവ്യവസ്ഥയുടെ ഫ്യൂച്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പവറാണ്. അപ്പം നമ്മൾ ഫെഡറൽ റിസർവിൻ്റെ ഈ ഒരു ക്രിയേറ്റ് മണി ചെയ്യുമ്പോൾ വേറെ കാര്യം മനസ്സിലാക്കുന്നത് പൈസ ഒരു കടമായിട്ടാണ് ലോകത്തേക്ക് വരുന്നത്. അപ്പോൾ അത് ഒരു എക്സ്പോണൻഷ്യലായിട്ടായിരിക്കും ഈ പൈസ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കുന്നത് പൈസ ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിങ്ങിൽ കൂടെയാണ് ആദ്യത്തെ മണി ക്രിയേഷൻ്റെ എക്സാമ്പിൾ. അതായത് ഫ്രാക്ഷണലായിട്ട് ഓരോ 90% ഫ്രാക്ഷൻ റിസർവ് ആയിട്ട് പോയിട്ട് അങ്ങനെയാണ് ഒരു $1000 $10,000 ആയിട്ട് മാറ്റുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറൽ റിസർവാണ് പൈസ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് മെക്കാനിസത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നത് പൈസ ഈ ലോകത്ത് വരുന്നത് കടമായിട്ടാണ്. പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടമാണ്. ഇതൊരു വളരെ കീ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനൊരു സോളിഡായിട്ടൊന്നുമില്ല. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പാടാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പൈസ കടത്തിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിങ്ങിലൂടെ, അല്ലെങ്കിൽ ഫെഡറൽ റിസർവ് കടത്തിലൂടെ മണി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 മെക്കാനിസവും കടമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയ്ക്ക് എപ്പോഴും ഗ്രോ ചെയ്തേ പറ്റും. അതായത് കടത്തിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ വീണ്ടും പൈസ ക്രിയേറ്റ് ചെയ്തേ പറ്റും. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും പുതിയ പൈസ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നേ പറ്റും, അല്ലെങ്കിൽ ഈ സിസ്റ്റം കൊളാപ്സ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന വേറൊരു കാര്യം. പൈസ ഒരു ഇൻട്രസ്റ്റിലാണ് കടം എപ്പോഴും ഗ്രോ ചെയ്യുന്നതെങ്കിൽ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കടം എപ്പോഴും
എക്സ്പോണൻഷ്യലായിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് എക്സ്പ്ലോസീവ് ആവും. ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് വേറെ കാര്യം മനസ്സിലാകുന്നത് കടം എപ്പോഴും മണീനെക്കാട്ടി കൂടുതലായിരിക്കും. എപ്പോഴും കടം കയറിക്കൊണ്ടിരിക്കും, അത് വീട്ടാനായിട്ട് മണി പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കടം എപ്പോഴും പൈസയെക്കാട്ടി മണി സപ്ലൈനെക്കാട്ടി കൂടുതലായിരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം നല്ലതാണോ ചീത്തയാണോ എന്നതിനെക്കുറിച്ചല്ല, ഈ സിസ്റ്റം ഇങ്ങനെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഭാവിയിൽ നമുക്കൊരു ബെറ്റർ സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ ഭാവി എവിടെയൊക്കെ ചെല്ലും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ മണി സപ്ലൈ എപ്പോഴും എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വേറെ കാര്യം, ഇതിനൊരു ലിമിറ്റില്ലേ, എവിടെയെങ്കിലും ചെന്ന് ഇത് അവസാനിക്കണ്ടേ. ഇത് എവിടെയായിരിക്കും നമ്മൾ മണി സപ്ലൈനെ എവിടെയെങ്കിലും ചെന്ന് അത് ഹിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് നമ്മൾക്ക് ക്രൂഷ്യലായിട്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. മണി സപ്ലൈ ഗ്രോ ചെയ്തേ പറ്റും, വലുതായേ പറ്റൂ. അപ്പോൾ നമ്മുടെ ബാങ്കിങ് സിസ്റ്റം വലുതായിക്കൊണ്ടിരുന്നാലേ പറ്റത്തുള്ളൂ. അത് അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ്. നമ്മുടെ ശരീരത്തിന് ഫുഡ് ആവശ്യമുള്ള പോലെ തന്നെ ബാങ്കിങ് സിസ്റ്റം, നമ്മുടെ ബാങ്കുകൾക്കെല്ലാം ഗ്രോത്ത് അല്ലെങ്കിൽ അതിനൊരു എക്സ്പാൻഷൻ വന്നേ പറ്റും. എക്സ്പാൻഡ് ചെയ്തില്ലെങ്കിൽ ഈ ബാങ്കുകളെല്ലാം നശിക്കും. നമ്മൾ ബാങ്കുകൾ കൊടുക്കുന്ന കടം നമ്മൾ തിരിച്ചു വീട്ടിയില്ലെങ്കിലും ബാങ്കുകളെല്ലാം പൊളിയും. അപ്പോൾ ഈ ബാങ്ക് കടത്തിനെ തിരിച്ചു വീട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം വന്നാൽ അതൊരു ബാങ്കിന് തന്നെ ഒരു തകർച്ചയും ലോക അർത്ഥവ്യവസ്ഥയ്ക്ക് തന്നെ തകർച്ചയായിട്ട് മാറും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മണി സപ്ലൈ എക്സ്പോണൻഷ്യലായിട്ട് ഗ്രോ ചെയ്യുകയാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ആ ഡെറ്റ് നമുക്ക് പേ ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരാതെ വയ്യ. അപ്പോൾ ഇത് എവിടെ ചെന്നാണ് ഇത് അവസാനിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി ഇത് ഏറ്റവും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ലോക എക്കോണമി ക്രാഷിലേക്ക് പോകുകയാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആവുന്നത്, മാത്തമാറ്റിക്കലി നമുക്ക് ക്ലിയർ ആവുന്നത്. ഈ സിസ്റ്റം നമ്മുടെ കാറ് വെള്ളത്തിലോ മൂത്രത്തിലോ അല്ലെങ്കിൽ കോണിലോ ഒക്കെ ഓടിയാൽ നല്ലതായിരുന്നു, പക്ഷേ പെട്രോളിൽ തന്നെ വേണം കാറിന്. അതുപോലെ തന്നെയാണ് നമ്മുടെ എക്കോണമിക്ക് കാറ് ഈ മണി എക്സ്പോണൻഷ്യൽ ഗ്രോ ചെയ്യുന്ന മണി സപ്ലൈ തന്നെ വേണം. അതാണ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഭൂമി ഉരുണ്ടതാണ്, അതിനൊരു ലിമിറ്റുണ്ട്. അപ്പോൾ എത്രയെന്ന് വെച്ചാണ് നമ്മളുടെ ഈ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഈ ഒരു ഉരുണ്ട ഭൂമിക്ക് താങ്ങാൻ പറ്റുക. എവിടെയെങ്കിലും വെച്ച് ഇത് ഒരു അൺസസ്റ്റൈനബിൾ ലിമിറ്റിൽ എത്തത്തില്ല. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന ഈ ലിമിറ്റ്സിനെ റീച്ച് ചെയ്യുമ്പോൾ ലോകം എങ്ങനെയാവും, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയും ചിന്തിക്കേണ്ടിയും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ